വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ശരീരമാണ് നമ്മുടെ ഉറ്റ ചങ്ങാതി. നമ്മളുടെ ശരീരത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരത്തിനെ അന്ധമായി സ്നേഹിക്കുന്ന ഒരാൾക്ക്, ശരീരത്തിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ പ്രഗ്നന്റ് ആകാൻ വൈകുന്നതിന്റെ കുറച്ച് സൂചനകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു 8 കാര്യങ്ങൾ, ഒരു 8 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുക. ആ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പുവർ ബ്ലഡ് സർക്കുലേഷനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടം കുറയുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ബ്ലഡ് സർക്കുലേഷൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക്, നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ അവയവങ്ങളിലോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ശരീരത്തിൽ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമാവുന്നു. ഇതേ സെയിം പ്രശ്നം തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്കും ഉണ്ടാവാറുണ്ട്. കാരണം ശരീരത്തിലോട്ട് കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തിയിട്ടില്ല എങ്കിൽ അണ്ടങ്ങൾക്ക് കൃത്യമായിട്ട് വളരാൻ പറ്റില്ല, ഫലോപ്പിയൻ ട്യൂബിന് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല, എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നില്ല, സെർവിക്കൽ മ്യൂക്കസ് കൃത്യമായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പൊ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പുവർ ബ്ലഡ് സർക്കുലേഷന്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ബ്ലഡ് സർക്കുലേഷനിൽ കുറവ് സംഭവിക്കും. നമ്മളുടെ രക്തയോട്ടത്തിന് കുറവുണ്ടാകാം. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമുക്ക് ഓൾറെഡി ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ഒരാൾക്ക്, ബ്ലഡിലെ പ്രഷർ നമുക്ക് ഓൾറെഡി കൂടുതലുള്ള ഒരാൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. നമ്മളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഹൈ കൊളസ്ട്രോളും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിന് കാരണമാകുന്നു. ഫാറ്റി ടിഷ്യൂസ് നമ്മളുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നതിന് അത് കാരണമാകുന്നു. അങ്ങനെ രക്തയോട്ടം സുഗമമായിട്ട് നടക്കുന്നതിന് അവിടെ ഒരു ഇൻട്രപ്ഷൻ അവിടെ ഉണ്ടാവുന്നു. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. നമുക്ക് ഷുഗർ കൂടുതലായിട്ടുള്ള ഒരാൾക്കും ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഒബിസിറ്റി ആണ്. നമ്മളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ശരീരഭാരം. എപ്പോഴും പ്രഗ്നൻസി നോക്കുന്ന സമയത്താണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരഭാരം എപ്പോഴും നമ്മുടെ ഉയരം എത്രയാണോ അതുമായിട്ട് നമ്മൾ ക്രമീകരിക്കണം. ശരീരഭാരം ഉയരത്തിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് താങ്ങാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല, നമ്മുടെ ലെഗിന് അത് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ നമ്മളുടെ ഉയരത്തിനനുസരിച്ചിട്ടല്ലാതെ നമ്മുടെ ശരീരഭാരം കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ള തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം പ്രഗ്നൻസി നോക്കുന്നവർ അവരുടെ ഉയരം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നോക്കുക. അതിനനുസരിച്ചിട്ട് അവരുടെ വെയിറ്റ് ആഡിക്വേറ്റ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐഡിയൽ വെയിറ്റ് ടു ഗെറ്റ് പ്രഗ്നന്റ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ദിജോസ് വേൾഡ് എന്നും കൂടി ഫ്രണ്ടിൽ കൊടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും ആ വീഡിയോ കിട്ടുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചാണോ ശരീരഭാരം എന്ന് നോക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കുക, കുറവാണെങ്കിൽ നിങ്ങൾ കൂട്ടാനായിട്ടും ശ്രദ്ധിക്കുക. നോർമൽ ആണെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഫുൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ആണ്. കാലിൽ വെരിക്കോസ് വെയിൻ വന്നിട്ട് ഞരമ്പിങ്ങനെ തടിച്ചു നിൽക്കുന്നവരുണ്ടാവുമല്ലോ. വെരിക്കോസ് വെയിൻ വരുന്നവർക്കും ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനും ബ്ലഡ് കെട്ടിക്കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് വെരിക്കോസ് വെയിന്റെ പെയിൻ ഒരുപാട് പേർക്ക് ശരീരത്തിൽ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ. ഇനി ആ ബുദ്ധിമുട്ടുകൾ അല്ലാതെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഒരുപാട് നേരം ഇരുന്നുള്ള ജോലി, നമ്മൾ ദേഹം ഒട്ടും അനങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഫിസിക്കലി ആക്റ്റീവ് ആകുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടം കുറയും. നമ്മളുടെ പലതരത്തിലുള്ള ഓഫീസ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരു 10 to 12 അവേഴ്സ് ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ചിലപ്പോൾ ഇരിക്കേണ്ടതായിട്ട് വരും. ആ 12 അവേഴ്സിൽ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റൊന്ന് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം വീട്ടിൽ വന്നാലും നമുക്ക് ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് നേരം നമുക്ക് ഒന്ന് ഫിസിക്കലി ആക്റ്റീവ് ആവാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പലർക്കും കിട്ടാറില്ല. ഇങ്ങനെ വരുമ്പോഴേക്കും ഈ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതും അതുപോലെ പുറത്തു നിന്നൊക്കെ ഒരുപാട് ഭക്ഷണം വാങ്ങിച്ച് നമ്മൾ കഴിക്കുമ്പോഴേക്കും എക്സസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോഴേക്കും അതും നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇന്ററപ്റ്റ് ആവുന്നതിനും അത് കാരണമാകുന്നു. ഇനി
നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നോക്കാം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ശരീരം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു കോസ് എന്ന് പറയുന്നത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക. നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഇല്ലാതെ വരിക. നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുകയുള്ളൂ. ആ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു കാര്യങ്ങളും ചെയ്യാൻ തോന്നാതെയുള്ള ഒരു മടുപ്പായിരിക്കും പലർക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് വിശപ്പ് കുറവാണ്. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഈ വിശപ്പ് കുറവ് ഓൾറെഡി നമ്മുടെ ഡൈജഷനെയും കൂടി മോശമായിട്ട് തന്നെ ബാധിക്കും. ഡൈജഷൻ കുറവ് സംഭവിക്കുമ്പോഴേക്കും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, വയറിളക്കം ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വയറ് വേദന ഉണ്ടാകും. ഈ ദഹനം നമുക്ക് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം കഴിച്ച ഭക്ഷണം ദഹിക്കാതെ അവിടെ കിടക്കുമ്പോഴേക്കും നമ്മുടെ വയർ എപ്പോഴും ഫുള്ളായിരിക്കും, ഹെവി ആയിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും അടുത്തൊരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വിശപ്പ് കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കൈകാലുകളിൽ തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിൽ നിന്ന് തുടങ്ങുമ്പോഴേക്കും ഇവിടെ നിന്ന് അകലെയായിട്ടുള്ള ശരീരഭാഗങ്ങളിലായിരിക്കും ആ ഒരു ലക്ഷണം എളുപ്പത്തിൽ മനസ്സിലാകുന്നത്. നമ്മുടെ കൈയും കാലും ഒക്കെ പെട്ടെന്ന് തണുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹീറ്റ് അവിടെ നമുക്ക് കൈവിരലുകൾക്കും അതുപോലെ കാലിന്റെ പാദങ്ങളിലും കാലിന്റെ വിരലുകളിലും ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു എന്നതാണ്. ചിലരുടെയൊക്കെ കൈ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് തണുപ്പാണ് നമ്മൾ തന്നെ ചോദിക്കില്ലേ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാട്ടെ, എസ്പെഷ്യലി നിങ്ങളുടെ വിരലുകൾക്ക്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. കാരണം ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള പെട്ടെന്ന് ഇങ്ങനെ വൈറലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് മസിൽ പെയിൻ അനുഭവപ്പെടുക. നമുക്ക് എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത്, കുറെ നേരം നിൽക്കുന്ന സമയത്തൊക്കെ മസിൽ പെയിൻ പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ കുറയുന്നതാണ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ സൂചി കുത്തുന്നത് പോലെ പെയിൻ അനുഭവപ്പെടുക. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വൈറൽ സൂചി കുത്തുന്നത് പോലുള്ള ഒരു വേദന അനുഭവപ്പെടുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു വേദനയായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴേക്കും ശരീരത്തിൽ ഉണ്ടാവുന്നത്. നമ്മളുടെ കഴുത്തിന്റെ ഭാഗം, അതുപോലെ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗം, അങ്ങനെയുള്ള ഓരോ ശരീരഭാഗങ്ങളിലും നമുക്ക് പെട്ടെന്ന് ഫീലിംഗ് സെൻസേഷൻ ഉണ്ടാകുന്ന ശരീരഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരു സൂചി വെച്ച് നമ്മളുടെ ശരീരത്തിൽ കുത്തുമ്പോഴുള്ള ഒരു വേദന ഉണ്ടാവും. അതേപോലുള്ള ഒരു സെൻസേഷൻ ആയിരിക്കും പലർക്കും തന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ചിലർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ വെയിൻ ഒക്കെ ഒന്ന് ബൾജ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നും. നമ്മുടെ കൈഞ്ഞരമ്പൊക്കെ പലർക്കും വിസിബിൾ ആവുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി പണ്ട് മുതലേ വിസിബിൾ ആയിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് പെട്ടെന്ന് വെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിസിബിൾ ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ അതും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിന്റെ ഒരു റീസൺ ആണ് കേട്ടോ. ഇനി ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണോ നമുക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. ന്യൂട്രിയൻസ് ഉള്ള ഒരു ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള വിറ്റമിൻസ്, ന്യൂട്രിയൻസ് ഒക്കെയുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ കഴിക്കുന്നതിന്റെ അളവ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിക്ക് എന്റെ മോന് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ, അതുപോലെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഉപ്പൂറ്റി എന്ന് പറയുന്നത് വെച്ചിട്ട് എനിക്ക് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് കാലിൽ നമ്മൾ ഒരു കാല് പൊക്കി വെച്ചിട്ട് വേണം ഡോർ അങ്ങനെ തുറന്ന് ബാത്റൂമിന്റെ അകത്തോട്ടൊക്കെ എനിക്ക് കയറാൻ വേണ്ടിയിട്ട്. അത്രയും ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കണ്ടത് ഇങ്ങനെ ഒരു ഓർത്തോനെ പോയി കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു എക്സസൈസ് ആണ്, നമ്മൾ കാല് എങ്ങില്ലേ, അതായത് നമ്മൾ പൊക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ എങ്ങും, നമ്മുടെ ആ ഒരു ഉപ്പൂറ്റി നമ്മുടെ വിരലുകളുടെ ഭാഗമൊക്കെ ഒന്ന് പൊക്കിയിട്ട് നമ്മളൊന്ന് എങ്ങി നിൽക്കില്ലേ, അങ്ങനെയുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുക. ഇങ്ങനെ നമ്മളിങ്ങനെ എങ്ങിത്താണ് അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴേക്കും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഒറ്റത്തവണ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു കാല് നമുക്ക് വേദന ഉണ്ടാകും. കാരണം ആ ഒരു ജോയിന്റിലൊക്കെ ഒരു അനക്കം സംഭവിക്കുകയാണല്ലോ, അപ്പൊ നമുക്കൊരു വേദന ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഗ്രാജുവലി ഒരു ദിവസം 5 തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 തവണ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ താണ് എക്സസൈസ് നിങ്ങൾ ചെയ്യുക കേട്ടോ. ആ ഒരു എക്സസൈസ് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വർദ്ധിപ്പിക്കും.
സഹായിക്കും. ആ ഒരു എക്സസൈസ് നിങ്ങളിപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങൾ അത് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ശരീരത്തിനെ ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. നമ്മുടെ ദേഹമൊക്കെ ഒന്ന് അനങ്ങുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുക. ഒബ്വിയസ്ലി അതിനോടൊപ്പം തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസുകളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ടിപ്സ് മാത്രം ഫോളോ ചെയ്തിരിക്കാം എന്ന് വിചാരിക്കാതെ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണണം. ഇത്തരം ലക്ഷണങ്ങൾ റെക്കറന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിച്ച് അതിനുള്ള റെമഡീസ് എടുക്കാതെ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കില്ല കേട്ടോ. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.